വീണക്കമ്പികളാരും വെറുതെ കഥയറിയാതെ മീട്ടുകയറുതേ. അച്ഛന്റെ ഓമന മകളാണവളൊരു തെറ്റും ചെയ്യുവാൻ അറിയാത്തവളാ. താതൻ കൈകൾ പരമപവിത്രം, പുത്രികരങ്ങൾ അതിലും ശുദ്ധം. കോടികളാരും തന്നിട്ടില്ല, കോടികൾ ഞങ്ങൾ കണ്ടിട്ടില്ല. മാതാവെണ്ണി തള്ളിയ പെൻഷൻ ചില്ലറയാണേ സത്യം സത്യം. മരുമോൻ ശുദ്ധൻ, മാമൻ ശുദ്ധൻ, മകളും തള്ളേം പരിപരിശുദ്ധർ. കർത്തായേതാ, കരിമണലേതാ, കോടികളെത്തിയ അക്കൗണ്ടേതാ. നിഷ്കുകളാകും ഞങ്ങളെ ഇടി ലക്ഷ്യം വെക്കുകതെന്തിനു വെറുതെ. കേരള നാടിനു മാതൃകയാകും തസ്കര ഫാമിലി നീണാൾ വീഴുക. കേരള നാടിനു മാതൃകയാകും തസ്കര ഫാമിലി നീണാൾ വീഴുക. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നമിച്ചിരിക്കുന്നു ശീതളിനെ കേട്ടോ. ശരിക്കും കലക്കി. കേരളത്തെ ഇരുട്ടിലാക്കിയത് ഇപ്പൊ വന്ന സർക്കാരാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ? ഉമ്മൻചാണ്ടി 25 വർഷത്തേക്ക് ഉണ്ടാക്കിയ വില കുറഞ്ഞ വൈദ്യുതി കരാർ മാറ്റി പുതിയത് വലിയ വിലയ്ക്ക് വാങ്ങി അതിന്റെ കമ്മീഷനും അടിച്ചെടുത്തു. ഇപ്പൊ ഒരു പുതിയ സർക്കാർ വന്നു. അവർക്കൊരു പുതിയ കരാർ ഉണ്ടാക്കാൻ സമയമെടുക്കുമെന്ന് അറിയാത്തവരാണോ നിങ്ങൾ? കേരളത്തോടുള്ള സ്നേഹം അത്രത്തോളം ഒലിച്ചു കിടന്ന ഭരണാധികാരി ആയിരുന്നു താങ്കളെങ്കിൽ അതുവരെയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരുന്നത് നിങ്ങളല്ലേ? പുതിയ സർക്കാരിന് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് ഇപ്പോഴും പൊതുജനം വിശ്വസിക്കുന്നുണ്ട്. അവരത് നിർവഹിച്ചുകൊള്ളൂ. അതിനെ ഇന്ദിരാ കട്ടെന്നോ രാജീവ് കട്ടെന്നോ എങ്ങനെ പരിഹസിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ ഭരണക്കാരുടെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇത്രയും കടുത്ത ഒരു പവർ കട്ടിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യമൊന്നും അറിയാത്ത ആളുകളല്ല മലയാളികൾ. ആ യാഥാർത്ഥ്യം അങ്ങനെ പകൽ പോലെ നിലനിൽക്കുമ്പോൾ തന്നെ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പ് മാറാത്ത പഴയ രായാവ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ ഇത് ശീതളിനെ കൊണ്ടേ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ചെയ്യാവുന്ന മെനകേട് എല്ലാ നാടിനോട് ചെയ്തു വെച്ച് ഇറങ്ങിപ്പോയിട്ട് പുതിയ സർക്കാർ കയറിയ ഈ 2 മാസം കൊണ്ടാണ് കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ പൊട്ടി വീണത് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നിങ്ങളോടുള്ള വെറുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വൈദ്യുതി പോയിട്ട് 3 നേരം കൃത്യമായിട്ട് ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ലാതിരുന്ന ഒരു പഴയ വിജയന്റെ കഥയൊക്കെ പണ്ട് നാട് ഭരിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ 24 മണിക്കൂർ AC ഇല്ലാതെ പറ്റൂല്ല എന്ന്. അപ്പൊ പറഞ്ഞു വന്നതിലേക്ക് വരാം. പവർ കട്ട് മാത്രമല്ലെന്നേ, ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ച വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം വീട്ടിൽ പോകാത്തതുകൊണ്ട് അറിയാതിരുന്നതാ. ഇനി മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് അറിഞ്ഞോളും. അതൊക്കെ സ്വാഭാവികം. അരിയും തിന്ന് ആളുകളെയും കടിച്ചിട്ടും പിന്നെ പട്ടിക്കാ മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും ഇരുന്നുകൊണ്ട് തള്ളുക. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽപ്പെട്ട മുതലാളിയാണ് ഈ ഇരുന്ന് തള്ളുന്നത് എന്ന ഓർമ്മ വേണം. മണ്ണെണ്ണ വിളക്കും ചിമ്മിനി വിളക്കും മെഴുകുതിരിയും പന്തവും ഒക്കെ കത്തിച്ച് വെളിച്ചം കണ്ട് ശീലിച്ച തലമുറയിൽപ്പെട്ട ഒരാള് 1.25 മണിക്കൂർ ഇരുട്ടിൽ കഴിയേണ്ടി വന്നതിനെ പറ്റി പരിതപിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം കൂടിയുണ്ട് സർ. ക്ലിഫ് ഹൗസിലെ പശുവിന് പാട്ട് കേൾക്കാൻ മ്യൂസിക് സിസ്റ്റവും തണുപ്പിക്കാൻ തൊഴുത്തിൽ AC ഏർപ്പാട് ചെയ്ത് നീന്താത്ത നീന്തൽ കുളത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് മുക്കി സ്റ്റെപ്പ് കയറാൻ മേലാഞ്ഞിട്ട് ബസ്സിൽ മാത്രമല്ല വീട്ടിലും ലിഫ്റ്റ് വെച്ച് പ്രതിപക്ഷ നേതാവായപ്പോ താമസിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ആഡംബര വാടക വീടെടുത്ത് എന്നിട്ട് ഒരു ഇൻവെർട്ടർ, ഒരു സോളാർ സിസ്റ്റം, ഒരു എമർജൻസി ലൈറ്റ് പോലും സ്വന്തമായിട്ട് സമ്പാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചു കേട്ടോ. അതേ എനിക്കും ചോദിക്കാനുള്ളൂ. ഈ 1.25 മണിക്കൂർ കറണ്ട് പോയപ്പോൾ ഒരു ഇൻവെർട്ടർ പോലും ഇല്ലായിരുന്നോ സഖാവേ താങ്കളുടെ വീട്ടിൽ?